ഓക്കെ, സോ ഈ 15,000 രൂപയുടെ താഴെയുള്ള ദി ബെസ്റ്റ് ഫോൺസിന്റെ വീഡിയോന് വേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ലാസ്റ്റ് അണ്ടർ 15,000 റുപ്പീസ് വീഡിയോ കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു. അതായത് ഒരു വർഷത്തിലധികമായി നമ്മൾ അണ്ടർ 15,000 റുപ്പീസ് വീഡിയോ ചെയ്തിട്ട്. ഓക്കെ, ദാറ്റ്സ് നോട്ട് ഗുഡ്. സോ ഇനി അങ്ങോട്ട് എല്ലാ 3 അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാം. അണ്ടർ 15,000, അണ്ടർ 20,000, അണ്ടർ 25,000. ഞാൻ എന്താ ഈ അടുത്തിടെയാണ് അണ്ടർ 20,000 റുപ്പീസിൻ്റെ താഴെയുള്ള ബെസ്റ്റ് ഫോൺസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. നിങ്ങളുടെ ബഡ്ജറ്റ് അതാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം, ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. സോ ഇത്തരത്തിലുള്ള കിടിലൻ വീഡിയോസ് മിസ് ആവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസിൽ എല്ലാ ഫോണുകളുടെ പ്രോസ് ആൻഡ് കോൺസ്, അതായത് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് കാശ് കളയാതെ കറക്റ്റ് ഫോൺ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഫസ്റ്റ് ഫോണാണ് നത്തിങ് എന്ന ബ്രാൻഡിന്റെ സബ് ബ്രാൻഡായ CMFന്റെ ഫോൺ 120 Hz AMOLED ഡിസ്പ്ലേ, മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 7300 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 33 വാട്ടിന് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നത്തിങ് ഈ ഫോണിൽ മോണോ സ്പീക്കർ ആണ് തന്നിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് മൈക്രോ SD കാർഡ് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചാർജിംഗ് കപ്പാസിറ്റിയും കുറവാണ്. ഇപ്പോൾ ഈസിലി 45 വാട്ടിന് ചാർജിംഗ് ഒക്കെ ഈ പ്രൈസിൽ കിട്ടുന്നുണ്ട്. സോ ഈ CMF ഫോൺ 1ന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് ഇതിന്റെ ബാക്ക് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. അതല്ല ആക്ച്വലി അത് ഗിമ്മിക്ക് എന്നൊക്കെ പറയാൻ പറ്റും. കാരണം നമ്മളിതിന്റെ ബാക്ക് മാറ്റാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബാക്കിന്റെ പാനലുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ലോ ക്വാളിറ്റി പാനലാണ്. സോ എൻ്റെ സജഷൻ ആയിരിക്കും ബാക്ക് ഒരുപാടൊന്നും മാറ്റണ്ട, വേണമെങ്കിൽ ആക്സറീസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിന്റെ ഏറ്റവും ബിഗസ്റ്റ് അട്രാക്ഷൻ ആണ് ഇതിലുള്ള നത്തിങ് OS. നല്ല ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അപ്ഡേറ്റ് അയച്ച് നത്തിങ് ഫോണിലുള്ള ഇഷ്യൂസ് ഒക്കെ കറക്റ്റ് ചെയ്യാറുണ്ട്. ബ്ലോട്ട് വേസ് ഇല്ല, ആഡ്സ് ഇല്ല. പിന്നെ അറിയാലോ നത്തിങ്ങിന്റെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഡയമൻസിറ്റി 7300 ചിപ്സെറ്റ് ഡീസന്റ് പെർഫോമൻസ് ആണ് തരുന്നത്. നിങ്ങൾക്ക് സ്റ്റേബിൾ 60 FPS ഗെയിമിംഗ്, അതായത് BGML 60 FPS കളിക്കാൻ പറ്റും. എന്നാൽ ബോക്സിൽ ചാർജർ വരുന്നില്ല. സോ സാംസങ്ങും ആൻഡ് ആപ്പിൾ പോലെ തന്നെ നത്തിങ്ങും ബോക്സിൽ ചാർജർ തരാറില്ല. സോ അത് എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. മോണോ സ്പീക്കർ ആണ് തന്നിരിക്കുന്നത്. എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള മോണോ സ്പീക്കേഴ്സ് ആണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഈ പ്രൈസിൽ നമുക്ക് ഈസിലി ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉള്ള ഫോൺസ് വരുന്നുണ്ട്. ഞാൻ ഈ ലിസ്റ്റിൽ അത് ഷെയർ ചെയ്യാം. AMOLED ഡിസ്പ്ലേ ആണ്. സോ അതിന്റെ ഡീപ് ബ്ലാക്സും കളേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. എന്നാൽ ഫോൺ കയ്യിലെടുക്കുമ്പോൾ ബാക്കിൽ ആ സ്ക്രൂ ഉള്ള പോർഷൻസ് ഉണ്ടല്ലോ, അത് ലേശം നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ആവും. ക്യാമറ പെർഫോമൻസ് ഔട്ട് ഓഫ് ദ ബോക്സ് വളരെ ആവറേജ് ആയിരുന്നു. ഓക്കെ, ഡീറ്റെയിൽസ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും പോരാ. പിന്നീട് നത്തിങ് അപ്ഡേറ്റ്സ് ഒക്കെ അയച്ച് ക്യാമറ ഡീസെന്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ മെയിൻ ക്യാമറ വെച്ച് നിങ്ങൾക്ക് സ്റ്റേബിൾ 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഫോൺ നത്തിങ് ഫാൻസിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. കാരണം ഈ പ്രൈസിൽ വേറെ ഒരുപാട് നല്ല ഓൾറൗണ്ട് ഫോൺസ് ഉണ്ട്, അതെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈസിലി 750 അല്ലെങ്കിൽ 1000 രൂപ വരെയുള്ള ഓഫേഴ്സും ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. അതെല്ലാം ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 15,000 രൂപയുടെ താഴെ വാങ്ങിക്കാൻ പറ്റും. സെക്കൻഡ് ഫോണാണ് റിയൽമി എന്ന ബ്രാൻഡിന്റെ അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് എന്നൊക്കെ പറയാൻ പറ്റും. അതാണ് റിയൽമി P3 120 Hz AMOLED ഡിസ്പ്ലേ, Qualcomm Snapdragon 6 Gen 4 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 6000 mAh യമണ്ടൻ ബാറ്ററി, ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ നൈസ് ആണ്. എന്നാൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ മൈക്രോ SD കാർഡ് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഡീസന്റ് ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. മെയിൻ ക്യാമറ ഓക്കെ ഫോട്ടോസ് എടുത്തു തരും. എന്നാൽ ഈ ഫോണിൽ അൾട്രാവൈഡ് ക്യാമറ വരുന്നില്ല. അൾട്രാവൈഡ് ക്യാമറ വരുന്ന ഫോണുകളും ഞാൻ ഈ ലിസ്റ്റിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അൾട്രാവൈഡ് ഫോട്ടോഗ്രാഫി വേണമെങ്കിൽ ആ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് 4K റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ 4Kയിൽ സ്റ്റെബിലൈസേഷൻ വരുന്നില്ല, 1080p മാത്രമേ വരുന്നുള്ളൂ. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ചിപ്സെറ്റ് നല്ലതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് Qualcomm Snapdragon ചിപ്സെറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാം. BGMI ഗെയിമിംഗ് പെർഫോമൻസ് നല്ലതാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് എക്സ്ട്രീം പ്ലസ് സെറ്റിംഗ്സ്, അതായത് അപ് ടു 90 FPS സെറ്റിംഗ്സ് അൺലോക്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ബോക്സിൽ നല്ല ക്വാളിറ്റി ഉള്ള കേസ് വരുന്നുണ്ട്. IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ IP69 റേറ്റിംഗ് വരാറില്ല. പിന്നെ ഈ ഫോണിന്റെ ബാക്ക് ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ഗെയിമിംഗ് ഫോണിന്റെ വൈബ് തരുന്ന തരത്തിലുള്ള ഡിസൈൻ ആണ് തന്നിരിക്കുന്നത്. പിന്നെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് റിയൽമി UI കളർവോയ്സിലൊക്കെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ ആനിമേഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ ബ്ലോട്ട് വേഴ്സ് കുത്തി നിറച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഫോൺ നിങ്ങൾ ഫസ്റ്റ് ടൈം സെറ്റപ്പ് ചെയ്യുമ്പോൾ എല്ലാം ബ്ലോട്ട് വേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കളയാൻ മറക്കണ്ട. നല്ല AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. എന്നാൽ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഉണ്ടല്ലോ, അത് ലേശമുണ്ട്. പ്രത്യേകിച്ചും താഴെയുള്ള ബോട്ടം ചിന്ന് അത്യാവശ്യം തിക്കാണ്. പിന്നെ അല്ലറ ചില്ലറ AI ഫീച്ചേഴ്സുമായാണ് വരുന്നത്. പിന്നെ വലിയൊരു ബാറ്ററി വരുന്നതുകൊണ്ട് ഈസിലി നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡിന്റെ മേളിൽ 750 രൂപ 1000 രൂപയുടെ ഓഫർ കിട്ടാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 15,000 റുപ്പീസിന്റെ താഴെ വാങ്ങിക്കാം. മൂന്നാമത്തെ ഫോൺ സാംസങ് ഫാൻസിന് വേണ്ടിയാണ്. ആക്ച്വലി നിങ്ങൾ സാംസങ് ഫാൻ അല്ല എങ്കിലും ഇത് വാങ്ങിക്കാൻ പറ്റും. നല്ലൊരു ഓൾറൗണ്ട് സെറ്റപ്പിലാണ് ഇറക്കിയിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് ഫോൺ ആക്ച്വലി. അതാണ് സാംസങ് ഗാലക്സി M35 120 Hz സൂപ്പർ AMOLED ഡിസ്പ്ലേ, Exynos 1380 ചിപ്സെറ്റ്,
50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററി, 25 വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. നല്ല ഔട്ട് തരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. AMOLED ഡിസ്പ്ലേ ആണെങ്കിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് തന്നിരിക്കുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ഉണ്ട്, സോ നിങ്ങൾക്ക് ഇതിൽ മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ചാർജിംഗ് സ്പീഡ് അത്യാവശ്യം സ്ലോ ആണ്. ഏകദേശം 2 മണിക്കൂർ എങ്കിലും എടുക്കും ഈ ഫോൺ ഫുൾ ചാർജ് ആവാൻ വേണ്ടി, കാരണം വലിയ ബാറ്ററി ഉണ്ടല്ലോ. പക്ഷേ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ബോക്സിൽ ചാർജർ വരുന്നില്ല. സോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. എന്നാൽ 8 മെഗാ പിക്സലിന്റെ അൾട്രാവൈഡ് ക്യാമറയുമായി വരുന്ന ഏക ഫോൺ, ഈ ലിസ്റ്റിലുള്ള ഏക ഫോൺ സാംസങ് M35 ആണ്. അത് ഡേ ടൈമിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു തരും. പിന്നെ അറിയാലോ സാംസങ്ങിന്റെ ബ്രാൻഡിംഗ് ഉണ്ട്. 4 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഫോണിൽ ആൻഡ്രോയിഡ് 18 വരെ കിട്ടും. പിന്നെ നോക്ക് സെക്യൂരിറ്റി, സെക്യൂർ ഫോൾഡർ, NFC ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോൺ വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസിൽ ഐ തിങ്ക് ദി ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ഇവിടെയായിരിക്കും. അത് ഫോട്ടോഗ്രാഫി മാത്രമല്ല, ഈവൻ വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ വെച്ച് സ്റ്റേബിൾ 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. തിക് ബെസൽസ് ഒക്കെയാണ് വരുന്നത്. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റി അടിപൊളിയാണ്. സൂപ്പർ ആംബ്ലോ ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. പ്ലസ് ഈ ഫോണിന്റെ ഡിസൈൻ ഉണ്ടല്ലോ, അത് ഭയങ്കര പഴഞ്ചനാണ്. അതായത് ഭയങ്കര ഹെവി ഫോണാണ്. 225 ഗ്രാമാണ് വെയിറ്റ്. പിന്നെ നല്ല തിക്നെസ്സും ഉണ്ട്. പിന്നെ എക്സിനോസിന്റെ ചിപ്സെറ്റ് ആയതുകൊണ്ട് ഗെയിമിങ്ങിന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. ബാക്കി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ആണെങ്കിലും അതെല്ലാം ഈ ചിപ്സെറ്റ് അത്യാവശ്യം നല്ലോണം തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നല്ല 1U എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ആനിമേഷൻസ് ഒക്കെ കൊള്ളാം. എന്നാൽ ഒരു ലോഡ് ബ്ലോട്ട്വെയർസുമായാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. സാംസങ് ഗാലക്സി M36, അതായത് M35ന്റെ നെക്സ്റ്റ് വെർഷനായ M36 ഉടനെ തന്നെ വരും. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷേ ഈ ഫോൺ വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസിൽ എന്തായാലും ആ ഫോൺ വരാൻ പോകുന്നില്ല. ഇതിന്റെ പ്രൈസ് ആണ് 13,799 രൂപയാണ്. ഓക്കെ, ആക്ച്വലി ഈ ഒരു ഫോൺ ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട് രണ്ടിലും അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലായിരുന്നു കുറച്ചും കൂടി ചീപ്പ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം. പിന്നെ ഈ പറഞ്ഞ ഫോണുകളും പിന്നെ മറ്റ് പ്രൊഡക്റ്റുകളുടെ മേളിൽ വരുന്ന അമേസിംഗ് ഓഫേഴ്സ്, അതായത് ലേറ്റസ്റ്റ് അമേസിംഗ് ഓഫേഴ്സ് മിസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഞാൻ എല്ലാ ദിവസവും 10, 15, 20 ഓഫേഴ്സ് അതിൽ ഷെയർ ചെയ്യാറുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ആക്ച്വലി സാംസങ്ങിന്റെ മറ്റൊരു ഫോൺ കൂടി ഉണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ. ആക്ച്വലി ഇതിനേക്കാളും കുറഞ്ഞ പ്രൈസ് റേഞ്ചിലാണ്. സോ നിങ്ങളുടെ ബഡ്ജറ്റ് 12,000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് M16 അല്ലെങ്കിൽ F16 നോക്കാം. രണ്ടും സെയിം ഫോണാണ്. M സീരീസ് ആമസോണിലും F സീരീസ് ഫ്ലിപ്കാർട്ടിലാണ് വരുന്നത്. നെക്സ്റ്റ് ഫോണാണ് ഇൻഫിനിക്സ് എന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്നുള്ള ഒരു സർപ്രൈസ് പാക്കേജ്. ഇൻഫിനിക്സ് നോട്ട് 50s അപ് ടു 144 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ, മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 7300 അൾട്ടിമേറ്റ് ചിപ്സെറ്റ്, 64 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5500 mAhന്റെ വലിയ ബാറ്ററി, 45 വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറൊക്കെ വരുന്നുണ്ട്. JBL ട്യൂൺ ചെയ്തിരിക്കുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. ഹെഡ്ഫോൺ ജാക്ക് ഒന്നും വരുന്നില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈക്രോ SD കാർഡിന് വേണ്ടിയുള്ള സ്ലോട്ട് ഇല്ല. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിൽ കർവ് ഡിസ്പ്ലേയുമായി വരുന്ന ഏക ഫോണാണ് ഇൻഫിനിക്സ് 50s. ഓക്കെ, സോ നിങ്ങൾക്ക് കർവ് ഡിസ്പ്ലേസ് വേണമെങ്കിൽ അതിനോടൊപ്പം തന്നെ ഡിസ്പ്ലേ ചുറ്റുമുള്ള ബെസൽസ് ഉണ്ടല്ലോ, ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്, അതൊക്കെ നല്ല മിനിമം ആണ്. നല്ല ഡിസ്പ്ലേ ആണ്. നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 144 ഹെർട്സ് പറയുന്നുണ്ടെങ്കിലും അത് ചില ആപ്ലിക്കേഷൻസിലും UI മാത്രമേ വർക്ക് ആവുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്ത് 120 ഹെർട്സ് ആണ്. അതിനോടൊപ്പം തന്നെ നല്ല സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഡിസൈനിലാണ് വരുന്നത്. കയ്യിലെടുക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് ഓക്കെ ആണ്. ആക്ച്വലി ഇൻഫിനിക്സ് അവരുടെ XOS UI ഉണ്ടല്ലോ, മിക്ക എല്ലാ UIയിൽ നിന്ന് കുറച്ച് അവിടെ നിന്ന് എടുത്തിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ UI ആക്കിയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. നല്ലൊരു അപ്ഡേറ്റഡ് ഫീൽ ഉണ്ട്. സെറ്റിംഗ്സ് ആണെങ്കിലും ഐക്കൺസ് ആണെങ്കിലും ആനിമേഷൻ ആണെങ്കിലും ഇറ്റ്സ് നൈസ് ആക്ച്വലി. പിന്നെ ഇൻഫിനിക്സിന്റെ AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. BGMI 60 FPS ഗെയിമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്മൂത്ത് എക്സ്ട്രീം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്റ്റേബിൾ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനുമായാണ് വരുന്നത്. IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 വർഷത്തെ അപ്ഡേറ്റിന്റെ പ്രോമിസ് ഇൻഫിനിക്സ് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻഫിനിക്സിന്റെ അപ്ഡേറ്റിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ, അത് വളരെ മോശമാണ്. സോ ഇതിൽ 2 വർഷത്തെ അപ്ഡേറ്റ് കിട്ടുമോ, എപ്പോൾ കിട്ടും, നമുക്കൊന്നും പറയാൻ പറ്റൂല. പിന്നെ ഫോണിന്റെ ബാക്കിൽ ഒരു ഹാലോ ലൈറ്റും വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഡീസന്റ് ക്യാമറ പെർഫോമൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആൻഡ് ബാക്ക് ക്യാമറ രണ്ടും വെച്ച് നിങ്ങൾക്ക് സ്റ്റേബിൾ 4K വീഡിയോസും റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ ഫോണിന്റെ പ്രൈസ് ആണ് 15,990 രൂപ. എന്നാൽ ഓഫേഴ്സ് ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 15,000 രൂപ താഴെ വാങ്ങിക്കാൻ പറ്റും. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഫോൺ അല്ലെങ്കിൽ ഫോൺസ് ആണ് Vivo T4X ആൻഡ് iQOO Z10X. 120 ഹെർട്സിന്റെ IPS LCD ഡിസ്പ്ലേ, മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 7300 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 6500 mAhന്റെ യമണ്ടൻ ബാറ്ററി, മഹായമണ്ടൻ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. 44 വാട്ടിന്റെ ചാർജ് കൊടുത്തിട്ടുണ്ട്. നല്ലോണം പെർഫോം ചെയ്യുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല. LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. എന്നാൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫോണിന്റെ കൂടെ മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല.
IP64 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഡിസൈൻ നൈസ് ആണ്, അതായത് ഒരു മിനിമലിസ്റ്റിക് ഡിസൈനിലാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഡൈനാമിക് ലൈറ്റ് ഉണ്ട്, സോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ബാറ്ററി ഞാൻ പറഞ്ഞല്ലോ 6500 mAh ബാറ്ററി തന്നിരിക്കുന്നുണ്ട്. ക്രേസി ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. ഞാൻ ആക്ച്വലി ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. 1.5 ഈവൻ 2 ദിവസം വരെ കൊണ്ടുപോകാൻ പറ്റും മോഡറേറ്റ് യൂസ് ഒക്കെ ആണെങ്കിൽ. സോ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും അധികം ബാറ്ററി ബാക്കപ്പ് തരുന്ന ഒരു ഫോൺ Vivo T4X അല്ലെങ്കിൽ iQOO Z10X ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഫോൺ വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, പ്രൈസിലേക്ക് ഞാൻ വരാം. ഈ പ്രൈസിൽ MediaTekന്റെ Dimensity 7300 ചിപ്സെറ്റ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ iQOO Vivo ഒക്കെ ആയതുകൊണ്ട് ഗെയിമിംഗ് നല്ലോണം ഒരു ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടെ UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വെരി നൈസ്. സോ നിങ്ങളുടെ ബഡ്ജറ്റ് 13,500 രൂപയൊക്കെ ആണെങ്കിൽ ഈ പ്രൈസിൽ കിട്ടാവുന്ന ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ, അതായത് അറിയാലോ ബഡ്ജറ്റ് മിഡ് റേഞ്ച് ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഗെയിമിംഗ്, ആ ഗെയിമിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടും. പ്രത്യേകിച്ചും BGML 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ജൈറോ പെർഫോമൻസ് നല്ലതാണ്. ബട്ട് യെസ്, IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഐ തിങ്ക് ഞാൻ ഈ ലിസ്റ്റിൽ ഷെയർ ചെയ്ത എല്ലാ ഫോൺസിലും ഐ തിങ്ക് AMOLED ഡിസ്പ്ലേ ഉണ്ട്. ഇതിൽ മാത്രമാണ് IPS LCD ഡിസ്പ്ലേ ഉള്ളത്. സോ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേ വേണമെങ്കിൽ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോൺസ് നോക്കാം. അതല്ല നിങ്ങൾക്ക് നല്ല പെർഫോമൻസും ബാറ്ററി ബാക്കപ്പ് ഒക്കെ വേണമെങ്കിൽ ഈ ഫോൺ സെലക്ട് ചെയ്യാം. നല്ലൊരു ഫോണാണ്. പിന്നെ LCD ഡിസ്പ്ലേ ഈസ് നൈസ്, ക്വാളിറ്റി ഉള്ള LCD ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു Vivo iQOO ഫോൺ ആയതുകൊണ്ട് ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. യെസ്, അൾട്രാവൈഡ് ക്യാമറ ഒന്നും കൊടുത്തിട്ടില്ല. മെയിൻ ക്യാമറ വെച്ച് നമുക്ക് 4K റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. iQOO Z10X ആമസോണിലും Vivo T4X ഫ്ലിപ്കാർട്ടിലാണ് കിടക്കുന്നത്. ഞാൻ രണ്ടിന്റെ പ്രൈസ് കമ്പയർ ചെയ്തപ്പോൾ iQOOയുടെ പ്രൈസ് കുറവായിരുന്നു. അതായത് 13,500 രൂപയ്ക്ക് സെയിം ഫോൺ നിങ്ങൾക്ക് iQOOയുടെ ബ്രാൻഡിങ്ങിൽ കിട്ടുന്നുണ്ടായിരുന്നു. സർവീസിങ് ആഫ്റ്റർ സെയിൽസ് ഒക്കെ എക്സാക്ട്ലി സെയിം ആണ്. ഒരു ബോണസ് അപ്കമിംഗ് ഫോൺ കൂടിയുണ്ട്. അതാണ് Oppo K13X 120Hz IPS LCD ഡിസ്പ്ലേ. അതായത് ലീക്ഡ് സ്പെസിഫിക്കേഷൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. Dimensity 6300 ചിപ്സെറ്റ്, 50 മെഗാപിക്സൽ ക്യാമറ സെറ്റപ്പ്, 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 6000 mAh M1 ബാറ്ററി, 45 വാട്ടിന്റെ ചാർജിങ്, IP65 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, പ്രൈസിങ് ഐ തിങ്ക് ഒരു 11,000 12,000 ആ പ്രൈസ് റേഞ്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതും നല്ലൊരു പാക്കേജ് ആയിരിക്കും. സോ ഞാൻ ഈ പ്രൈസ് റേഞ്ചിൽ ഏതെങ്കിലും ഫോൺ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസ് മിസ് ആവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.